എല്ലാവർക്കും നമസ്കാരം. സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഡെയിലി റെൻറ്റിന് ലഭിക്കാവുന്ന അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് റെൻറ്റിന് ലഭിക്കാവുന്ന, അതുമല്ലെങ്കിൽ മാസവാടകയ്ക്ക് ലഭിക്കാവുന്ന, അല്ലെങ്കിൽ ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ നടത്തുവാൻ അനുയോജ്യമായ, അതുമല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസായി ഓഫീസ് കാര്യങ്ങൾക്കും മറ്റു സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഏത് ടൈപ്പിലുള്ള വീഡിയോകളാണ് എപ്പോൾ വരുമെന്ന് പറയാൻ സാധിക്കുകയില്ല. വില കുറവിൻ്റെ ആയാലും ലാഭത്തിൽ ലഭിക്കാവുന്ന രീതിയിലുള്ളതായാലും അതുപോലെ നിരവധി പല ടൈപ്പിലുള്ള വീഡിയോകളാണ് നമ്മൾക്ക് അവൈലബിളായിട്ട് വരിക. നമ്മൾ വരുന്ന വീഡിയോകൾ ചെയ്യുന്നതിനനുസരിച്ച് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഈ വീടിൻ്റെ ഈ കാണുന്ന ഭാഗം നമ്മൾക്ക് വേണമെങ്കിൽ ഒരു ഓഫീസ് റൂം പോലെ തിരിക്കാവുന്ന, ക്യാബിനൊക്കെ ഇട്ട് തിരിക്കാവുന്ന രീതിയിലാണ് ഈ ഭാഗമുള്ളത്. അതുപോലെ തന്നെ ഹാള്, ബെഡ്റൂമുകൾ, ഇതിൽ കാണുന്ന ഈ ഫർണിച്ചറുകൾ ഉൾപ്പെടെയാണ് നമ്മൾക്ക് വാടകയ്ക്ക് ലഭിക്കുക. ടാറിങ് റോഡിനോട് ചേർന്ന് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന രീതിയിൽ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള, അതുപോലെ തന്നെ ഈ വീടിൻ്റെ സൈഡ് ഭാഗത്ത് ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൽ കൂടെ ഇതിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ്. വീടും വീടിൻ്റെ കാര്യങ്ങളും ഉൾഭാഗവും ചുറ്റുപാടുമൊക്കെ പൂർണ്ണമായും കാർ പാർക്കിംഗ് സൗകര്യമുള്ള ഭാഗമൊക്കെ ഉൾപ്പെടെ പൂർണ്ണമായും നമ്മൾ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീട് ഏകദേശം 4000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം, ആ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം, സിറ്റ് ഔട്ട്, അതുപോലെ ഹാള്, ഡൈനിങ്, 2 കിച്ചണുണ്ട്. അതുപോലെ തന്നെ സ്റ്റോർ റൂം ഒരെണ്ണമുണ്ട്. വർക്ക് ഏരിയ, സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള കിണർ, കാർ പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെയാണ് നമ്മൾക്ക് ഇതിൽ കാണുന്ന ഈ ഫർണിച്ചറുകളും കട്ടിലും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെയാണ് നമ്മൾക്ക് ഈ വീട് റെൻറ്റിന് അവൈലബിളായിട്ട് കിട്ടുക. ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ പ്രദേശത്താണ് ഈ വീട് വരുന്നത്. തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം 4.5 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ. അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നും ഒല്ലൂർക്ക് പോകുന്ന ആ ഹൈവേയിൽ നിന്നും ഏകദേശം 200-250 മീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ. ഒല്ലൂർ സെൻട്രലിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ. അതുപോലെ തന്നെ ബൈപ്പാസ് NH നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം 2.5-3 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ്. ഏകദേശം 4000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ടുള്ള ഏകദേശം ഈ വീടിൻ്റെ കോമ്പൗണ്ടിൽ 8 കാറോളം പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഈ വീട് റെൻറ്റിനായിട്ട്, പല ടൈപ്പിലുള്ള റെൻറ്റിനായിട്ട് അല്ലെങ്കിൽ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി അവൈലബിളായിട്ട് നമ്മൾക്ക് ലഭിക്കുന്നത്.
ഈ വീട് നമ്മൾ മാസവാടകയ്ക്കാണ് റെൻറ്റിന് ആവശ്യമെങ്കിൽ 11 മാസം തോറും 40,000 രൂപയാണ് റെൻറ്റ് ഓണർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട് 1,00,000 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീട് ഒരാഴ്ചയ്ക്കോ 2 ആഴ്ചയ്ക്കോ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ഡെയിലി വാടകയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം 6,000 രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഒറ്റ ദിവസമോ 2 ദിവസമോ ആയിട്ടാണ് വേണമെങ്കിൽ 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ആണ് വേണ്ടതെങ്കിൽ നമ്മൾക്ക് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് 8,000 രൂപയാണ്. ഒരു ദിവസത്തെ റെൻ്റായിട്ട് ഓണർ ഉദ്ദേശിക്കുന്നത് 8,000 രൂപയാണ്. ഈ വീടും കാര്യങ്ങളും ചുറ്റുപാടും പരിസര പ്രദേശമൊക്കെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ വീട് റെൻറ്റിന് ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഓണറുമായി സംസാരിച്ച് ആവശ്യമായ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തരുന്നതായിരിക്കും. ആവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ അതിന് ശേഷം കാണുന്ന വാട്സപ്പ് നമ്പറിലോ ഒക്കെ കോൺടാക്റ്റ് ചെയ്താൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതാണ്. വീടും വീടിൻ്റെ ചുറ്റുപാടും പരിസര പ്രദേശവും ഒക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഏത് കാര്യങ്ങൾക്കാണോ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമായ കാര്യങ്ങൾക്ക് വിളിക്കുക. അടുത്ത ഒരു പുതിയ സ്ഥലത്തിൻ്റെയോ വീടിൻ്റെയോ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. വീഡിയോ വീണ്ടും തുടർന്ന് കാണുക.